ഇപ്പം ഞാൻ പോകുന്നത് കന്യാകുമാരിയിലേക്കാണ് പോകുന്നത്. ട്രെയിനിലാണ് പോകുന്നത്. എല്ലാ ദിവസവും രാവിലെ 10:30 കൊല്ലത്തുനിന്ന് പോകുന്നൊരു വണ്ടിയുണ്ട്. കൊല്ലത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടിയല്ല, അത് ബാംഗ്ലൂരിൽ നിന്നും ഓടി വരുന്ന വണ്ടിയാണ്. ഇവിടെ കൊല്ലത്തെത്തുമ്പോൾ അത് 10:30 ആവും. അങ്ങനെ 10:30 കൊല്ലത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി വൈകുന്നേരം 2:50 ആവുമ്പോൾ കന്യാകുമാരിയിലെത്തും. അപ്പോൾ കന്യാകുമാരിയിലേക്കാണ് പോകുന്നത്. ഇവിടെ നിന്ന് കന്യാകുമാരി വരെ സ്ലീപ്പറിന് ടിക്കറ്റ് ചാർജ് 150 രൂപയാണ്. ഞാൻ സ്ലീപ്പർ ടിക്കറ്റ് എടുത്തു. ജനറൽ പോയാലും മതി, ഏകദേശം ഒരു കുറച്ച് നേരത്തെ യാത്രയല്ലേ ഉള്ളൂ. പക്ഷേ എന്നാലും ഞാൻ സ്ലീപ്പർ ടിക്കറ്റ് എടുത്തിരിക്കുവാണ്. എന്തായാലും നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറിയിട്ട് നമുക്ക് കന്യാകുമാരി വരെയുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു യാത്ര ചെയ്യാം. അങ്ങനെ ഞാൻ നടന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുവാണ്. ഇതാ കണ്ടില്ലേ, ഇവിടെ പുതിയ റെയിൽവേ സ്റ്റേഷൻ്റെ എല്ലാം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പണിയെല്ലാം പൂർത്തിയായതിനു ശേഷം മനോഹരമായിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് വണ്ടി കുറച്ച് ലേറ്റാണ് കേട്ടോ. 10:30 വരേണ്ട വണ്ടി ഇതേവരെ എത്തിയിട്ടില്ല. എന്തായാലും കാര്യമായി. അങ്ങനെ നമ്മുടെ ട്രെയിൻ വന്നിരിക്കുവാണ്. ഈ കാണുന്നതാണ് നമ്മൾ പോകുന്ന ട്രെയിൻ 16526. അങ്ങനെയാണ് ട്രെയിൻ നമ്പർ. ബാംഗ്ലൂർ കന്യാകുമാരി ഐലൻഡ് എക്സ്പ്രസ്. ഈ വണ്ടി റൈഡ് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ് കേട്ടോ. ഇത് കന്യാകുമാരിയിൽ പോയതിനു ശേഷം ചെന്നൈക്ക് പോകുന്നുണ്ട്. വേറെ ട്രെയിൻ നമ്പറിൽ പോവുകയാണ്. 12634 എന്ന ട്രെയിൻ നമ്പറിൽ കന്യാകുമാരിയിൽ നിന്നും ചെന്നൈ എഗ്മോറേക്ക് പോകുന്നുണ്ട്. അപ്പോൾ റൈഡ് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ് ഈ ട്രെയിൻ. അങ്ങനെ നമ്മുടെ ട്രെയിൻ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. 11:05 ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തത്. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വലിയൊരു വളവുണ്ട്. ആ വളവ് വളഞ്ഞിട്ടാണ് ട്രെയിൻ പോകുന്നത്. ഇതാ കണ്ടില്ലേ, ഈ കാണുന്നതാണ് ആ വളവ്. ഈ വളവിന് എത്രയൊക്കെയോ സ്ഥാനമുണ്ട് കേട്ടോ. ഇന്ത്യയിലെയാണോ കേരളത്തിലെയാണോ ഏറ്റവും വലിയ വളവുകളിൽ ഒരു വളവാണ് ഈ വളവ്. റെയിൽവേ വളവുകളിൽ ഒരു വളവാണ് ഈ വളവ്. കൊല്ലം റെയിൽവേ സ്റ്റേഷന് ഒരു പ്രത്യേകതയുണ്ട്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുമ്പോൾ ഇതാ കണ്ടില്ലേ, പ്രധാനപ്പെട്ട ഒരു കോളേജാണ്. കൊല്ലത്തെ പ്രധാനപ്പെട്ട ഒരു കോളേജാണ് SN കോളേജ്. അതേപോലെ എറണാകുളം ഭാഗത്തേക്ക് പോകുമ്പോൾ കൊല്ലത്തെ പ്രധാനപ്പെട്ട കോളേജായിട്ടുള്ള ഫാത്തിമ കോളേജും കാണാം. അപ്പോഴങ്ങനെ ഒരു പ്രത്യേകതയുണ്ട് ഈ ഒരു കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഇതാ കണ്ടില്ലേ, നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇവിടെ ഇതിനടുത്തായിട്ടുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് മയ്യനാട് റെയിൽവേ സ്റ്റേഷൻ കഴിയുമ്പോഴാണ് ഈ ഒരു കാഴ്ച കാണുന്നത്. ഇതോ ആ കാണുന്ന അവിടെ അതിനപ്പുറത്തായിട്ട് കടലാണ്. ആ കാണുന്ന തെങ്ങുംതോപ്പെല്ലാം കണ്ടില്ലേ, അതിനക്കരെയായിട്ട് കടലാണ്, അറബിക്കടൽ. ഇതവിടെ ആയിട്ടൊരു ചീപ്പെല്ലാം കാണാം, കണ്ടില്ലേ, ചെറിയൊരു അണക്കെട്ട് പോലെ. അങ്ങനെ നമ്മൾ ആ കായൽ കണ്ടിട്ട് കുറച്ചും കൂടെ മുന്നിലേക്ക് വരുമ്പോൾ പരവൂർ എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷൻ എത്തും. നമ്മളാ കണ്ട കായലിൻ്റെ പേര് പരവൂർ കായൽ എന്നാണ് കേട്ടോ. മയ്യനാട് സ്റ്റേഷൻ കഴിഞ്ഞ് വരുമ്പോൾ കാണുന്ന കായൽ, അതായത് കൊല്ലം ഭാഗത്തു നിന്ന് വരുമ്പോൾ മയ്യനാട് സ്റ്റേഷൻ കഴിയും. തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പോൾ പരവൂർ സ്റ്റേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ആ കായൽ, പരവൂർ കായൽ. ഇനിയുണ്ട് കായൽ, അങ്ങോട്ട് പോകുമ്പോൾ ഇനി ഒരു 2-3 കായലുകളും കൂടെ ഉണ്ട്. അങ്ങനെ പരവൂർ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയിരിക്കുവാണ്. കൊല്ലത്ത് നിന്ന് എടുത്തിട്ട് ആദ്യം നിർത്തുന്ന സ്റ്റേഷൻ ഇതാണ്. അങ്ങനെ പരവൂർ സ്റ്റേഷനിൽ നിന്നും വീണ്ടും വണ്ടി പുറപ്പെട്ടിരിക്കുവാണ്. ഒരുപാട് നേരമൊന്നും നിർത്തിയിട്ടില്ല, ഒരു 2-3 മിനിറ്റേ നിർത്തിയുള്ളൂ. 11:05 കൊല്ലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ എത്തിയപ്പോൾ 11:18. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാപ്പിൽ റെയിൽവേ സ്റ്റേഷനിലൂടെയാണ്. കാപ്പിൽ ബീച്ചെല്ലാം വളരെ ഫേമസ് ആണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണ് കാപ്പിൽ. അങ്ങനെ കാപ്പിൽ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇടവ റെയിൽവേ സ്റ്റേഷനിലൂടെയാണ്. ഇവിടെയൊക്കെ ലോക്കൽ ട്രെയിനുകൾ മാത്രമേ സ്റ്റോപ്പുള്ളൂ കേട്ടോ. എക്സ്പ്രസ്സിനൊന്നും സ്റ്റോപ്പില്ല. മെമുവും പിന്നെ പാസഞ്ചർ ട്രെയിനുകൾക്കെല്ലാം മാത്രമേ ഇവിടെ സ്റ്റോപ്പുള്ളൂ. അങ്ങനെ നമ്മൾ ഇടവ കഴിഞ്ഞ് വർക്കല എത്തിയിരിക്കുവാണ്. ഇവിടുന്ന് ഒരുപാട് ആൾക്കാർ കാണാൻ സാധ്യതയുണ്ട്. പക്ഷേ നമ്മുടെ സ്ലീപ്പർ ആയതുകൊണ്ട് ഇതിലേക്ക് എങ്ങനെ കയറില്ല, ജനറൽ കമ്പാർട്ട്മെൻറ്റിലേക്കായിരിക്കും എല്ലാവരും കയറുന്നത്. കണ്ടില്ലേ, ഇവിടെ വർക്കല റെയിൽവേ സ്റ്റേഷനിലും നവീകരണ പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു ബിൽഡിംഗ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ വർക്കല സ്റ്റേഷനിൽ നിന്നും നമ്മുടെ ട്രെയിൻ പുറപ്പെട്ടിരിക്കുകയാണ്. വർക്കല റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ട് കുറച്ച് മുന്നിലേക്ക് വരുമ്പോൾ അകത്തുമുറി എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ എത്തും. ഇതാ കണ്ടില്ലേ, ഈ കാണുന്നത് അകത്തുമുറി റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടെയും മെമുവും പിന്നെ പാസഞ്ചർ ട്രെയിനും അത് മാത്രമേ നിർത്തുള്ളൂ.
പക്ഷേ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരം കാണാൻ അതിമനോഹരമാണ് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ളൊരു കായൽ തീരമെല്ലാം ഉണ്ട്. ഇതാ കണ്ടില്ലേ, ഇവിടെ എല്ലാമായിട്ട് മനോഹരമായിട്ടുള്ളൊരു കായൽ തീരമാണ്. ദൂരെയായിട്ട് നോക്കിയ ഒരു ഹൗസ് ബോട്ടെല്ലാം കിടക്കുന്നത് കണ്ടില്ലേ. കയാക്കിങ്ങും അങ്ങനത്തെ ഓരോരോ ആക്ടിവിറ്റികൾ ഈ ഒരു കായലിലുണ്ട്. പിന്നെ ഈ കായലിന് നടുക്കായിട്ട് ഒരു ദ്വീപുണ്ട്, ഒരു ഐലൻഡ്. പൊന്നുംതുരുത്ത് എന്നാണ് പേര്. ഞാൻ അവിടെയൊക്കെ പോയി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഗോൾഡൻ ഐലൻഡ് അഥവാ പൊന്നുംതുരുത്ത്. ബ്രിട്ടീഷുകാർ സ്വർണം കുഴിച്ചിട്ടിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോഴങ്ങനത്തെ ഒരു സ്ഥലമാണ് പൊന്നുംതുരുത്ത്. കായലിൻ്റെ നടുക്കാണ്. അങ്ങനെ അകത്തുമുറി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഒരു സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയായിരുന്നു. ഈ സ്റ്റേഷൻ്റെ പേരാണ് കടയ്ക്കാവൂർ. വർക്കല കഴിഞ്ഞാൽ അടുത്ത സ്റ്റേഷൻ കടയ്ക്കാവൂരാണ് ട്രെയിൻ നിർത്തുന്നത്. ഒരു ട്രെയിൻ ഓപ്പോസിറ്റായിട്ട് വരുന്നുണ്ട്. അത് കന്യാകുമാരി പൂനെ എക്സ്പ്രസ് ആണ് കേട്ടോ. പൂനെയിലേക്ക് പോകുന്ന വണ്ടിയാണ്. അങ്ങനെ നമ്മുടെ ട്രെയിൻ കടയ്ക്കാവൂർ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ചിറയൻകീഴ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ട്രെയിൻ നിർത്തിയായിരുന്നു. ഇതാ കണ്ടില്ലേ, ചിറയൻകീഴ്. പ്രേം നസീറിൻ്റെ നാടാണ് ചിറയൻകീഴ്. അങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രേം നസീറിൻ്റെ നാട്ടിലൂടെയാണ്. ഇവിടെയായിട്ടൊരു അമ്പലമെല്ലാം ഉണ്ട്. വളരെ ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ്. ശാർക്കര ദേവി ക്ഷേത്രം എന്നാണ് അമ്പലത്തിൻ്റെ പേര്. അതിൻ്റെ ഒരു ആർച്ചെല്ലാം ഇതിനിടയിലൂടെ കാണാമായിരുന്നു. ഈ മരങ്ങൾക്കിടയിലൂടെ ഒരു കായൽ കാണാം. ഈ കായലിന് അക്കരെ ഭാഗത്തായിട്ട് കുറച്ച് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പെരുമാതുറ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തും. അതിനപ്പുറത്തായിട്ട് കടലാണ്. നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അറബിക്കടലിന് സമാന്തരമായിട്ടാണ്. ഇതാ മരങ്ങളെല്ലാം മുറിച്ചിട്ടിരിക്കുകയാണ്. ഈ റെയിൽവേ ഇലക്ട്രിക് ലൈന് ഭീഷണിയായിട്ടുള്ള മരങ്ങളെല്ലാം മുറിച്ചിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സ്ഥലം കൊള്ളാം അല്ലേ, നല്ല ഒരു ഗ്രാമാന്തരീക്ഷം. അങ്ങനെ നമ്മൾ വീണ്ടും കുറച്ചു ദൂരം യാത്ര ചെയ്ത് വന്നതിന് ശേഷം കഴക്കൂട്ടം എത്തിയിരിക്കുകയാണ്. കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ കയറുകയാണ്. ഇത് ഇവിടെയായിട്ട് നോക്കേ, ഒരു ശ്മശാനമാണ്, ആധുനിക ശ്മശാനം. കൊള്ളാം അല്ലേ. കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷൻ ഈ സമയത്ത് കാലിയാണെങ്കിലും വൈകുന്നേരങ്ങളിലും രാവിലെകളിലും ഒരുപാട് ആൾക്കാർ വരുന്ന ഒരു സ്റ്റേഷനാണ്. ടെക്നോ പാർക്കിലെല്ലാം ജോലി ചെയ്യുന്ന ഒരുപാട് പേര് ഇവിടെ ഇറങ്ങുകയും ഓരോരോ ട്രെയിനുകളിൽ കയറി പല പല സ്ഥലങ്ങളിലേക്ക് പോവുകയും ചെയ്യും. അപ്പോഴൊരുപാട് തിരക്കുള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് ഈ ഒരു കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷൻ. അതായത് രാവിലെയും വൈകുന്നേരങ്ങളിലും. മാവേലി എക്സ്പ്രസ് ആണ് കേട്ടോ നിർത്തിയിട്ടിരിക്കുന്നത്. തിരുവനന്തപുരത്തു നിന്നും മംഗലാപുരത്ത് പോകുന്ന വണ്ടിയാണ്. സത്യത്തിൽ നല്ല കാറ്റടിക്കുമ്പോഴേ അരിയുടെ മണം. ആ കാണുന്നത് ഗുഡ് ഷെഡാണ്. ചില സമയങ്ങളിലൊക്കെ ഒരുപാട് പ്രാവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടത്തോടെ പറക്കുന്നത് കാണാം. പക്ഷേ ഇപ്പോഴൊന്നിനെയും കാണുന്നില്ല. വെയിലായതുകൊണ്ടൊന്നും ഇറങ്ങാത്തതായിരിക്കാം. അങ്ങനെ നമ്മൾ കഴക്കൂട്ടം കഴിഞ്ഞ് കുറച്ച് മുന്നിലേക്ക് വരുമ്പോഴേ കണ്ടില്ലേ, ദൂരെയായിട്ട് വലിയ വലിയ ഫ്ലാറ്റുകളെല്ലാം കാണാം. ഇതാ കണ്ടില്ലേ, ഇത് വേളി ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പരിസരമാണ്. ബോട്ടിങ്ങും അങ്ങനത്തെ പല പല സംഗതികളെല്ലാം ഉണ്ട് അവിടെ. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പെട്ടെന്ന് കാണാം കേട്ടോ. അങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ പെട്ടെന്ന് കാണിച്ചു തരാം. ഇത് ഇവിടെയായിട്ട് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ അടുക്കാറായിരിക്കുവാണ്. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേരാണ് തിരുവനന്തപുരം നോർത്ത്. അങ്ങനെ തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് നമ്മുടെ ട്രെയിൻ കയറിയിരിക്കുവാണ്. ഇവിടെ സ്റ്റോപ്പ് ഉണ്ടോ ഇല്ലേ ഒന്നും അറിയാൻ വയ്യല്ലോ. പോകുന്ന പോക്ക് കണ്ടിട്ട് സ്റ്റോപ്പ് ഇല്ലെന്നാണ് തോന്നുന്നത്. തിരുവനന്തപുരത്ത് നിന്നും മുൻപ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്ന ചില ട്രെയിനുകൾ ഇപ്പോൾ തിരുവനന്തപുരം നോർത്തിൽ നിന്നുമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ പല പല ട്രെയിനുകളുടെ സ്റ്റാർട്ടിംഗ് പോയിന്റുകളും ഫിനിഷിംഗ് പോയിന്റുകളും എല്ലാം ഇപ്പോൾ ചെറിയ മാറ്റമുണ്ട്. ഇവിടെ നിർത്തിയില്ല കേട്ടോ, ഇവിടെ സ്റ്റോപ്പില്ല വണ്ടിക്ക്. ഇതാ കണ്ടില്ലേ, ഈ കാണുന്നത് ഒരു കോളേജാണ്. ഈ കോളേജിന് ഒരു പ്രത്യേകതയുണ്ട്. കോളേജ് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വേറൊരു റെയിൽവേ ഗേറ്റും കൂടിയുണ്ട്. അത് വണ്ടി പെട്ടെന്ന് പോകുമ്പോഴേ കാണാൻ പറ്റുമോയെന്നറിയില്ല. എന്തായാലും ആ ഒരു കോളേജ് ഈ കോളേജാണ്. ഈ കോളേജിൻ്റെ പേരെന്തായിരുന്നു മറന്നുപോയി. ഇതാ കണ്ടില്ലേ, ആ കോളേജിൻ്റെ ഗേറ്റിൻ്റെ നേരെ ഫ്രണ്ടിൽ ഒരു റെയിൽവേ ഗേറ്റും ഉണ്ടായിരുന്നു.
അങ്ങനെ നമ്മൾ വരുന്ന വഴിക്ക് 2 കോളേജ് കണ്ടു. നമുക്കൊരു ഭാഗം മിസ്സായി കേട്ടോ. എയർപോർട്ടിൻ്റെ ഭാഗം ഉണ്ടായിരുന്നു, ഫ്ലൈറ്റ് പോകുന്നതെല്ലാം കാണാൻ പറ്റുമായിരുന്നു, അത് നമുക്ക് മിസ്സായി. അങ്ങനെ നമ്മൾ അടുത്ത സ്റ്റേഷൻ, അതായത് തിരുവനന്തപുരം പേട്ട എത്തിയിരിക്കുവാണ്. അങ്ങനെ നമ്മുടെ ട്രെയിൻ തിരുവനന്തപുരം പേട്ടയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിരിക്കുവാണ്. അങ്ങനെ ഇനി അടുത്ത സ്റ്റേഷൻ തിരുവനന്തപുരം സെൻട്രൽ. പേട്ട കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നിലേക്ക് വന്നപ്പോൾ ട്രെയിൻ ഒന്ന് പിടിച്ചിട്ടിരിക്കുവാണ്. ഇതെവിടെയായിട്ട് നോക്കേ, ചെറിയ കച്ചവടങ്ങളൊക്കെയാണ്, മീൻ കച്ചവടവും അങ്ങനത്തെ കച്ചവടങ്ങളെല്ലാം തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. മിക്കപ്പോഴും ഈ ഒരു റൂട്ട് യാത്ര ചെയ്യുമ്പോഴേ ഇവിടെ ആയിട്ടെല്ലാം സീരിയലിൻ്റെ എല്ലാം ഷൂട്ടിംഗ് നടക്കുന്നത് കാണാം. അതായത് സീരിയലിൻ്റെ എല്ലാം ക്യാരവനും അങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ വാഹനങ്ങളെല്ലാം നിർത്തിയിട്ടിരിക്കുന്നത് കാണാം. അപ്പോഴിവിടെ ഉള്ളിലേക്ക് ഏതെങ്കിലും വീട്ടിലൊക്കെ വെച്ച് സീരിയലിൻ്റെയൊക്കെ ഷൂട്ട് നടക്കുമായിരിക്കാം. ഞാൻ ചോദിച്ചപ്പോൾ സിനിമയല്ല സീരിയലാണെന്നാണ് അറിഞ്ഞത്. അങ്ങനെ നമ്മൾ തിരുവനന്തപുരം എത്താറായി എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. അത് ഇവിടെ ഒരു പാലം കാണാം. നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നതിന് ഓപ്പോസിറ്റ് സൈഡായിട്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു തിയേറ്ററുണ്ട്, ഏരീസ് പ്ലക്സ് എന്ന് പറഞ്ഞൊരു തിയേറ്റർ. അടിപൊളി തിയേറ്ററാണ്. പക്ഷേ ആ ഒരു ഭാഗത്തായിട്ട് ആൾക്കാരെല്ലാം ഇറങ്ങാൻ വേണ്ടി നിൽക്കുവാണ്, തിരുവനന്തപുരം എത്താറായതുകൊണ്ട്. ഇത് ഇവിടെ ഈ പാലത്തിന് താഴെയായിട്ട് കുറച്ച് ഭിക്ഷക്കാർ താമസിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴവരെയൊന്നും കാണാനില്ല, ഒഴിപ്പിച്ചെന്നാണ് തോന്നുന്നത്. നല്ല കാര്യം. കുറേ ലോക്കോകൾ ഓരോരോ പാളത്തിലായിട്ട് നിൽക്കുന്നത് കാണാൻ കൊള്ളാം അല്ലേ. ഇതവിടെയായിട്ട് നോക്കേ, പഴയ ഡീസൽ ലോക്കോ. അത് എന്തൊക്കെ പറഞ്ഞാലും അടിപൊളി ലുക്കായിരുന്നു അല്ലേ. അങ്ങനെ ഞാൻ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഇവിടെ സസ്യഭോജനശാല എന്ന് പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. ഇവിടെ നിന്നും ഒരു വാഴയ്ക്കാപ്പം വാങ്ങി. 20 രൂപയേ ഉള്ളൂ കേട്ടോ. സാധാരണ നമ്മുടെ ചായക്കടയിലൊക്കെയാണെങ്കിൽ 10 രൂപ കൊടുക്കണ്ടേ. കൊള്ളത്തില്ല, ഒരു വായ്ക്ക് കൊള്ളാത്ത സാധനം. നമ്മൾ ഈ ട്രെയിൻ തന്നെ തിരികെ വരുന്നതാണ് കേട്ടോ ഇത്. അതായത് കന്യാകുമാരിയിൽ നിന്നും ബാംഗ്ലൂരേക്ക് പോകുന്ന വണ്ടിയാണ് ഈ വരുന്നത്. ഈ വണ്ടി വരുന്നത് കൊണ്ടാണ് നമ്മുടെ ട്രെയിൻ ഇവിടെ പിടിച്ചിട്ടിരുന്നത്. നമ്മളിപ്പോൾ പോകുന്ന ട്രെയിനിൻ്റെ നമ്പർ 16526. പക്ഷേ ഈ വരുന്ന ഈ ട്രെയിനിൻ്റെ നമ്പർ 16525. അത്രയേ ഉള്ളൂ വ്യത്യാസം. അങ്ങനെ നമ്മുടെ ട്രെയിൻ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ തിരുവനന്തപുരം സെൻട്രൽ കഴിഞ്ഞതിന് ശേഷം തിരുവനന്തപുരം സൗത്ത് എത്തിയിരിക്കുകയാണ്. ഈ സ്റ്റേഷൻ്റെ പഴയ പേര് നേമം എന്നായിരുന്നു. ഇപ്പോൾ പുതുതായിട്ടുള്ള പേരാണ് തിരുവനന്തപുരം സൗത്ത്. ഈ സ്റ്റേഷൻ്റെ കൂടെ പേര് മാറ്റിയ വേറൊരു സ്റ്റേഷനായിരുന്നു കൊച്ചുവേളി. കൊച്ചുവേളിക്കും നേമത്തിനും ഒരുമിച്ചായിരുന്നു പേരുമാറ്റം സംഭവിച്ചത്. റെയിൽവേ സ്റ്റേഷൻ്റെ ബോർഡൊന്നും കാണിക്കാൻ പറ്റിയില്ല, വണ്ടി പറന്നാണ് പോകുന്നത്. അങ്ങനെ നേമം കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നിലേക്ക് വന്നപ്പോൾ ഒരു ടണൽ എത്തിയിരിക്കുവാണ്. മിക്കവാറും നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് നാഗർകോവിൽ ഭാഗത്തേക്ക് പോകുമ്പോൾ ഈ ഒരു ടണലിൻ്റെ അടുത്ത് എത്തുമ്പോൾ റേഞ്ച് പോകാറുണ്ട്. അങ്ങനെ നമ്മൾ ടണലിന് അകത്തേക്ക് കയറുവാണ്. ടണൽ നമ്പർ 1. നമ്മൾ കൊങ്കൺ റൂട്ടിലും തെങ്കാശി റൂട്ടിലെല്ലാം പോകുമ്പോൾ കാണുന്ന ടൈപ്പ് ടണലൊന്നുമല്ല, അത്രയും വലിയ ടണലൊന്നുമല്ല, ചെറിയൊരു ടണലാണ്. വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ. ടണൽ കഴിഞ്ഞു. ഇതാകണ്ടില്ലേ, വെട്ടം കണ്ടു, ടണൽ തീർന്നിരിക്കുകയാണ്. ആ ടണൽ പാസ് ചെയ്ത് വന്നപ്പോൾ ഇതാ നോക്കേ, വാഴക്കൃഷി. വാഴയിലെല്ലാം കീറി നിൽക്കുക നോക്കേ, ഒരു നല്ല ഇല പോലും ഇല്ല. വാഴയും പിന്നെ കപ്പയൊക്കെ ഉണ്ട്, കണ്ടില്ലേ ദൂരെയായിട്ട് കപ്പ. അങ്ങനെ നമ്മൾ ആ ഒരു ടണൽ കഴിഞ്ഞിട്ട് വരുമ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേരാണ് ബാലരാമപുരം. ബാലരാമപുരം കൈത്തറി എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോഴാ ഒരു ബാലരാമപുരം കൈത്തറി ഉള്ളൊരു സ്ഥലമാണ് ഈ സ്ഥലം. ബാലരമയെന്ന് പറയുന്നതാണ് കൊണ്ടല്ലേ. നെയ്യാറ്റിൻകര എത്തിയിരിക്കുവാണ്. നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷനിലേക്ക് വണ്ടി സ്ലോ ചെയ്ത് നിർത്തിയിരിക്കുവാണ്. ഇവിടെ സ്റ്റോപ്പുണ്ട്. ഇപ്പോൾ സമയം 1:10 ആയിട്ടുണ്ട്. വണ്ടി ലേറ്റ് ആയതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ എത്തേണ്ടതാണ്. അങ്ങനെ നെയ്യാറ്റിൻകര സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ പുറപ്പെട്ടിരിക്കുകയാണ്. നോക്കേ, ഇവിടെയായിട്ട് ചെടികളെല്ലാം വെച്ച് നല്ല മനോഹരമായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ഒരു നെയ്യാറ്റിൻകര റെയിൽവേ സ്റ്റേഷൻ മനോഹരമായിട്ട് നോക്കുന്നതിൽ ആ ഒരു സ്റ്റേഷൻ മാസ്റ്ററുടെയും പിന്നെ അവിടെ ജോലി ചെയ്യുന്ന എല്ലാവർക്കും
ഒരു അഭിനന്ദനം. നെയ്യാറ്റിങ്കര കഴിഞ്ഞതിന് ശേഷം പാറശാല എത്തിയിരിക്കുവാണ്. കേരളത്തിൻ്റെ ഏറ്റവും അറ്റത്തെ, അതായത് ഏറ്റവും തെക്കേ അറ്റത്തെ റെയിൽവേ സ്റ്റേഷൻ പാറശാല. ഇത് കഴിഞ്ഞാൽ തമിഴ്നാടാണ്. അങ്ങനെ പാറശാലയിൽ നിർത്തിയതിന് ശേഷം ഉടനെ തന്നെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഒരുപാട് നേരവും നിർത്തിയിരുന്നില്ല. അങ്ങനെ നമ്മൾ ഇനി തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുവാണ്. കുറച്ചും കൂടെ മുന്നിലേക്ക് പോകണം. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു ആർച്ചിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു വെൽക്കം ടു തമിഴ്നാടെന്ന്. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറിയിരിക്കുവാണ്. തമിഴ്നാട്ടിലേക്ക് കയറിയതിന് ശേഷമുള്ള ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ കുഴിത്തുരൈ വെസ്റ്റ് ആണ്. അങ്ങനെ വീണ്ടും ഒരു ടണൽ കഴിഞ്ഞു. പക്ഷേ സത്യത്തിൽ ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ട് നമുക്ക് വലിയൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നില്ല. നമ്മൾ കൊല്ലം ഭാഗത്തു നിന്നും തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ നല്ലൊരു വ്യത്യാസം ഫീൽ ചെയ്യും. തമിഴ്നാട്ടിലേക്ക് കയറി എന്നുള്ളൊരു നല്ലൊരു വ്യത്യാസം ഫീൽ ചെയ്യും. പക്ഷേ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വ്യത്യാസം ഫീൽ ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നു കുഴിത്തുരൈ വെസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ ഉണ്ടെന്ന്. അവിടെ ട്രെയിൻ നിർത്തിയില്ല കേട്ടോ. അങ്ങനെ ഇതാ മൂന്നാമത്തെ ഒരു ടണലിലേക്ക് കയറിയിരിക്കുവാണ്. ടണലിനകത്ത് കയറിയതിന് ശേഷമാണ് ഞാൻ വീഡിയോ ഓൺ ആക്കിയത്. കുഴിത്തുരൈ എന്ന് പറഞ്ഞ സ്റ്റേഷൻ എത്താറായിരിക്കുവാണ്. കുഴിത്തുരൈ വെസ്റ്റ് കഴിഞ്ഞിട്ട് കുഴിത്തുരൈ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനുണ്ട്. കുഴിത്തുരൈ വെസ്റ്റിൽ സ്റ്റോപ്പില്ലായിരുന്നു. കുഴിത്തുരൈ എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ സ്റ്റോപ്പുണ്ട്. കുഴിത്തുരൈ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റോപ്പ് എരണിയൽ. എരണിയൽ കഴിഞ്ഞാൽ പിന്നെ നാഗർകോവിൽ ജംഗ്ഷൻ. നാഗർകോവിൽ ജംഗ്ഷൻ കഴിഞ്ഞാൽ പിന്നെ കന്യാകുമാരി. ഇപ്പുറത്തായിട്ട് വേറൊരു ട്രാക്കിന് വേണ്ടിയിട്ടുള്ള പാലത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുളിത്തുരൈ. ഇതാ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറി എന്നുള്ളതിന് തെളിവായിട്ട് നോക്കേ പനമരങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. 1-2 പനമരങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെയുണ്ടൊരു പനമരം. ഏതോ വണ്ടി വരാനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ക്രോസിംഗ് ആണെന്നാണ് തോന്നുന്നത്. അതാണ് ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നത്. കുഴിത്തുരൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വീണ്ടും പുറപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ വന്ന ട്രെയിൻ കോട്ടയം എക്സ്പ്രസ് ആയിരുന്നു. അതിനു വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ ഈ ട്രെയിൻ ഇവിടെ പിടിച്ചിട്ടിരുന്നത്. ഇനി അടുത്ത സ്റ്റേഷൻ എരണിയൽ. എന്തായാലും ഈ ഒരു ഭാഗമെല്ലാം കണ്ടിട്ട് നമ്മുടെ കേരളം പോലെ തന്നെയാണല്ലേ. തമിഴ്നാട്ടിലേക്ക് കയറിയ ശരിക്കും ആ ഒരു പ്രതീതി തോന്നുന്നില്ല. നമ്മൾ പുനലൂർ, ആവണീശ്വരം ആ ഒരു ഭാഗത്തേക്കെല്ലാം പോകുമ്പോൾ ഇതേപോലത്തെ കാഴ്ചകൾ കാണാൻ സാധിക്കും. കൃഷിപ്പാടങ്ങളും, അതായത് വാഴക്കൃഷിയും കപ്പക്കൃഷിയും അതേപോലെയുള്ള കൃഷികൾ കാണാൻ സാധിക്കും. പിന്നെ റബ്ബറും ഇതവിടെ ആയിട്ട് കണ്ടില്ലേ, ആ നിൽക്കുന്നതെല്ലാം റബ്ബർ മരങ്ങളാണ്. എരണിയൽ എത്തിയിരിക്കുവാണ്. എരണിയൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ കയറുവാണ്. നല്ല വെയിലുണ്ട് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത വെയിലാണ് അടിക്കുന്നത്. ഇതാ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് ഓരോരോ വർക്കുകൾ നടക്കുവാണ്. പ്ലാറ്റ്ഫോം നവീകരണവും അങ്ങനെ ഓരോരോ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വലിയൊരു വളവ് വളഞ്ഞിട്ടാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ പോകുന്നത്. ഇതെവിടെയായിട്ട് വലിയ വലിയ ടോറസുകളെല്ലാം കിടക്കുന്നത് കാണാം. എന്തായാലും ഒരുപാട് ലോഡുമായിട്ട് വരുന്ന ആ ഒരു ലോറി കാണാൻ നല്ലൊരു ഫീൽ. അത്യാവശ്യം പൊടിയുണ്ട് കേട്ടോ. അവിടെ എല്ലാം വർക്ക് നടക്കുന്നത് കൊണ്ടേ ഈ ഒരു സ്റ്റേഷനിൽ നല്ലൊരു പൊടിയുണ്ട്. അങ്ങനെ വളരെ കുറച്ച് നേരം ട്രെയിൻ നിർത്തിയിട്ടതിന് ശേഷം വീണ്ടും നമ്മുടെ ട്രെയിൻ പുറപ്പെട്ടിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റേഷൻ നാഗർകോവിൽ ജംഗ്ഷൻ. അങ്ങനെ എറണാകുളം സ്റ്റേഷൻ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നിലേക്ക് പോയപ്പോഴൊക്കെ വലിയ വലിയ മലനിരകൾ കാണാൻ സാധിക്കുന്നുണ്ട്. സഹ്യപർവ്വതം കൊള്ളാം അല്ലേ?
അങ്ങനെ സത്യത്തിൽ എറണികൾ കഴിയുമ്പോഴാണ് ശരിക്കും ഒരു തമിഴ്നാട്ടിലേക്ക് കയറിയതുപോലെ ഒരു ഫീല് തോന്നിയത്. വലിയ വലിയ മലനിരകളും ഒരുപാട് ദൂരെയായിട്ട് കൃഷിപ്പാടങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു ഫീല് തോന്നിയത് എറണികൾ കഴിഞ്ഞപ്പോഴാണ്. എവിടെയൊക്കെ ആയിട്ട് തെങ്ങും തോപ്പും വാഴത്തോപ്പും പിന്നെ അതിനിടയിലായിട്ട് കവുങ്ങും എല്ലാം ഉണ്ട് കേട്ടോ, മാങ്ങയും എല്ലാം. ഇതെവിടെല്ലാമായിട്ട് നെൽപ്പാടമായിരുന്നു, എല്ലാം കഴിഞ്ഞു, കൃഷിയെല്ലാം കഴിഞ്ഞു. ഇത് അങ്ങ് ദൂരെയായിട്ട് അവിടെ ആയിട്ടെല്ലാം ഇപ്പോഴും പച്ച കളറിൽ കാണുന്നുണ്ട്. എന്തായാലും കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിവിശാലമായിട്ടുള്ള പച്ച കളറിലെ കൃഷിപ്പാടവും അതിനപ്പുറത്തായിട്ട് വലിയ വലിയ മലനിരകളും എല്ലാം കൊള്ളാം. ഇതാ ഞാൻ പറഞ്ഞില്ലേ മാവും എല്ലാം ഉണ്ടെന്ന്. ഇതാ ഈ നിൽക്കുന്നത് മാന്തോപ്പാണ്. ഇവിടെ ആയിട്ട് നോക്കിയാൽ വലിയൊരു തടാകം കാണാം. തടാകത്തിനപ്പുറത്തായിട്ട് വലിയ വലിയ മലനിരകളും എല്ലാമായിട്ട് കൊള്ളാമല്ലേ, നല്ല ഭംഗിയുള്ള സ്ഥലം. നാഗർകോവിൽ എത്തുന്നതിന് മുന്നേ ആയിട്ട് ഇതാണ് അടയാളം. ഞാൻ നോക്കി വെക്കുന്ന അടയാളം ഇതാണ്. ഇതാ അങ്ങനെ ആ ഒരു തടാകം കഴിഞ്ഞ് വരുമ്പോൾ വീണ്ടും വലിയൊരു കൃഷിപ്പാടം കാണാം. ഇവിടെ ആയിട്ട് നെൽകൃഷി ഏകദേശം വിളവെടുക്കാറായിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറിലായിട്ടുണ്ട് ആ ഒരു നെല്ലിൻ്റെ കളർ. പച്ച കളറിൽ നിന്നും മാറി ആ ഒരു ഗോൾഡൻ കളർ. എന്തായാലും കൊള്ളാമല്ലേ. വിളവെടുക്കുന്ന സമയത്ത് ഇവിടെ വരാൻ അടിപൊളിയാണ് കേട്ടോ. കാര്യം ഒരുപാട് പക്ഷികളെല്ലാം വന്നിങ്ങനെ ആ ഒരു തീറ്റ തിന്നാൻ വേണ്ടിയിരിക്കും. എന്നിട്ട് കൂട്ടത്തോടെ പറക്കുന്നതെല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. ഞാൻ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇവിടെ വന്നിട്ടുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. നമുക്കൊരു ദിവസം വരാം, ഉടനെ തന്നെ വരാം. എന്താ കണ്ടില്ലേ, ഇപ്പോഴും ഇതെല്ലാം വിളവെടുക്കാറായി നിൽക്കുവാണ്. ഒരു ദിവസം നമുക്ക് വന്നിട്ട് അങ്ങനത്തെ ഒരു കാഴ്ച കാണാം. ഇതോ കണ്ടില്ലേ, ഇതോ അവിടെ ആയിട്ട് വിളവെടുത്തുകൊണ്ട് നിൽക്കുവാണ്. ആ ഒരു മെഷീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്, കണ്ടില്ലേ. ഇതാ കണ്ടില്ലേ ഈ ഒരു ട്രാക്ക്, ഇത് തിരുനെൽവേലിക്ക് പോകുന്ന ട്രാക്കാണ്. ഇതിങ്ങനെ വളഞ്ഞ് അങ്ങോട്ടേക്ക് പോകും, കണ്ടില്ലേ. അനന്തപുരി എക്സ്പ്രസ് എല്ലാം ആ ഒരു റൂട്ടിലേക്കാണ് പോകുന്നത്. തിരുനെൽവേലി വഴി മധുര പോകുന്ന വണ്ടികളെല്ലാം ഈ ഒരു ആ കാണുന്ന ട്രാക്കിലൂടെയാണ് പോകുന്നത്. നമ്മൾ നേരെ നാഗർകോവിൽ ജംഗ്ഷൻ വഴി കന്യാകുമാരിക്ക് പോവുകയാണ്. നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ കയറിയിരിക്കുകയാണ്. ഇതിന് മുന്നേ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നു, നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷൻ. അവിടെ നമ്മുടെ ഈ ഒരു ട്രെയിനിന് സ്റ്റോപ്പ് ഇല്ലായിരുന്നു. കൊല്ലത്ത് നിന്നും വരുന്ന അനന്തപുരി എക്സ്പ്രസ് വരുമ്പോൾ നാഗർകോവിൽ ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പുണ്ട്. അങ്ങനെ നാഗർകോവിൽ ടൗണിൽ നിന്നും തിരിഞ്ഞ് ഞാൻ കാണിച്ച ആ ഒരു ട്രാക്ക് വഴി പോകും. ഇങ്ങോട്ടേക്ക് വരില്ല, നാഗർകോവിൽ ജംഗ്ഷനിലേക്ക് വരില്ല. അപ്പോഴങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അങ്ങനെ ട്രെയിൻ നിർത്തിയിരിക്കുവാണ്. ഇവിടെ പ്ലാറ്റ്ഫോമിൽ ചെയ്തിരിക്കുന്ന ആ ഒരു അറേഞ്ച്മെൻറ്റ് കൊള്ളാമല്ലോ, ഇരിക്കാൻ വേണ്ടിയിട്ട്. അത് കൊള്ളാമല്ലേ. ഈ ഒരു ബെഞ്ചും കൊള്ളാം. ഓക്കെ, 2 പേർക്ക് ഇങ്ങോട്ടേക്ക് നോക്കിയിരിക്കാം, 2 പേർക്ക് അങ്ങോട്ടേക്ക് നോക്കിയിരിക്കാം. അങ്ങനത്തെ ഒരു സംവിധാനമാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. ഇത് ഇങ്ങോട്ടേക്കെല്ലാം പുതിയ പൈപ്പെല്ലാം കണക്ട് ചെയ്തു കേട്ടോ. ഇതാ കണ്ടില്ലേ, ബ്ലൂ കളറിൽ പുതിയ ടൈലെല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ കുറച്ചു നേരം നാഗർകോവിൽ ജംഗ്ഷനിൽ ട്രെയിൻ നിർത്തിയതിന് ശേഷം വീണ്ടും ട്രെയിൻ പുറപ്പെട്ടിരിക്കുകയാണ്. ഇനി അടുത്ത സ്റ്റോപ്പ് കന്യാകുമാരി, ലാസ്റ്റ് സ്റ്റോപ്പ്. അങ്ങനെ നമ്മൾ നാഗർകോവിൽ ജംഗ്ഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഇവിടെ ആയിട്ട് കണ്ടില്ലേ, ഈ കാണുന്ന മലയാണ് മരുത്വ മല. ഒരുപാട് ഐതിഹ്യങ്ങളിലെല്ലാം പറയുന്നൊരു മലയാണത്. ശ്രീനാരായണ ഗുരുവെല്ലാം തപസ്സിരുന്ന മലയാണെന്നും പറയപ്പെടുന്നുണ്ട്. ആ മലയ്ക്കുള്ളിലായിട്ട് പിള്ളത്തടം ഗുഹ എന്ന് പറഞ്ഞൊരു ഗുഹയുണ്ട്, പിള്ളത്തടം ഗുഹ. ആ ഗുഹയ്ക്കുള്ളിലാണ് ശ്രീനാരായണ ഗുരു തപസ്സിരുന്നത്. അങ്ങനെ നമ്മുടെ ട്രെയിൻ 2:50 എത്തുമെന്നാണ് കാണിച്ചിരുന്നത്. പക്ഷേ നേരത്തെ എത്തി കേട്ടോ, 2:40 ആയപ്പോഴെത്തി. വണ്ടി ലേറ്റായിട്ടാണ് വന്നതെങ്കിലും ഇവിടെ എത്തിയപ്പോൾ റൈറ്റ് ടൈമായി കേട്ടോ. കന്യാകുമാരി എത്തിയപ്പോൾ റൈറ്റ് ടൈമായി. എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം ആ ഭാഗത്തെല്ലാം വണ്ടി ലേറ്റായിട്ടാണ് വന്നത്. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്കും വണ്ടി റൈറ്റ് ടൈമായി.
അങ്ങനെ നമ്മൾ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുവാണ്. ഞാൻ പറഞ്ഞില്ലേ, റൈറ്റ് ടൈം ആയിട്ട് തന്നെ ഇവിടെ എത്തി. നമുക്ക് എന്തായാലും റെയിൽവേ സ്റ്റേഷന്റെ പുറത്തേക്ക് ഇറങ്ങാം. എന്തായാലും ഇവിടം വരെ വന്ന സ്ഥിതിക്ക് പുറത്തേക്ക് ഒന്ന് ഇറങ്ങിയിട്ട് വരാം. നമ്മളെ വലിച്ചുകൊണ്ട് വന്ന ലോക്കയാണ് ഈ പോകുന്നത്. ഈ കാണുന്ന ട്രെയിൻ ഇത് പുനലൂർ പോകുന്ന ട്രെയിനാണ് കേട്ടോ. ഇതിവിടെ നിന്നും വൈകുന്നേരം 3:10 സ്റ്റാർട്ട് ചെയ്യും. എന്തെങ്കിലും കഴിക്കാം, കഴിച്ചിട്ട് വരാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ട്രെയിനിൽ കയറി നമുക്ക് വിടാമായിരുന്നു. ഇപ്പോൾ സമയം 3 മണി ആവുന്നുണ്ട്. എന്തെങ്കിലും കഴിച്ചിട്ട് വരാം, അടുത്ത വണ്ടി പോവാം. ഇതാ കണ്ടില്ലേ, കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകതയാണ്, ഇവിടെ ട്രാക്ക് അവസാനിക്കുവാണ്. ഇതുപോലെ അപൂർവം ചില സ്റ്റേഷനുകൾ മാത്രമേ ഇന്ത്യയിലുള്ളൂ. ഇവിടെ റെയിൽവേ പാളം തീരുവാണ്. അവിടെ ആയിട്ട് സ്റ്റോപ്പ് എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് കണ്ടില്ലേ. സാധാരണ റെയിൽവേ സ്റ്റേഷനുകളിൽ നമ്മൾ പോകുമ്പോഴേ പ്ലാറ്റ്ഫോമിൻ്റെ സൈഡിലായിരിക്കും റെയിൽവേ സ്റ്റേഷൻ. പക്ഷേ ഇത് പ്ലാറ്റ്ഫോം തീരുന്നതിൻ്റെ നേരെ എൻഡിലായിട്ടാണ്. ചെന്നൈയും ഇതേപോലെയാണ്, MGR ചെന്നൈ. അങ്ങനെ ഞാൻ നടന്ന് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് വന്നിരിക്കുവാണ്. അത് ഇവിടെ ആയിട്ട് നോക്കി അംബാസഡറിൻ്റെ ടാക്സി എല്ലാം ഉണ്ട്. അത് കൊള്ളാം അല്ലേ. അങ്ങനെ ഭയങ്കര കാറ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് അടിക്കുന്നത്. കുട പിടിച്ചിട്ടാണ് നടക്കുന്നത്. കുടയെല്ലാം മിക്കവാറും ഇന്ന് കുടയുടെ കാര്യത്തിൽ തീരുമാനമാവുമെന്നാണ് തോന്നുന്നത്. ഇങ്ങോട്ടേക്കെല്ലാം കാറ്റടിച്ച് പറക്കുന്നുണ്ട്. അങ്ങനെ നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ ആയിട്ട് നോക്കി ടൂറിസ്റ്റുകളെ കൊണ്ടുവന്നിരിക്കുന്ന ബസ്സെല്ലാം കാണാം. ഇതവിടെ ആയിട്ട് നോക്കി ഒരു പുലി നോക്കുന്നത്, ഒരു കള്ള ലക്ഷണം. അങ്ങനെ ഞാൻ ഇങ്ങോട്ടേക്ക് നടന്നു വരുന്ന വഴിക്ക് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. അവിടെ നിന്ന് ഞാൻ ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിച്ചു. കുഴപ്പമില്ലായിരുന്നു, അങ്ങനെ നല്ലത് എന്ന് പറയാനൊന്നുമില്ല. ചപ്പാത്തി കൊള്ളായിരുന്നു, ചിക്കൻ കറി അത്ര പോരാ കേട്ടോ. പക്ഷേ എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ചപ്പാത്തിക്കും ചിക്കൻ കറിക്കും കൂടെ ചേർത്ത് 160 രൂപ. ചപ്പാത്തിക്ക് ഒരു ചപ്പാത്തി 20 രൂപ, ചിക്കൻ കറി 100 രൂപ. അങ്ങനെ ചപ്പാത്തിയും ചിക്കൻ കറിയും എല്ലാം കഴിച്ചിട്ട് ഞാൻ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്നും വൈകുന്നേരം 4 മണിക്ക് മെമു ഉണ്ട്, കൊല്ലത്തേക്ക് പോകുന്ന മെമു. അതിൽ പോകണോ അതോ ഇനി വിവേക് എക്സ്പ്രസ് ഉണ്ട്. വിവേക് എക്സ്പ്രസ് കുറച്ച് വൃത്തിക്ക് കുറവുള്ള വണ്ടിയാണ്, അപ്പോഴതിൽ പോകണമെന്ന് ഇങ്ങനെ ആലോചിക്കുവാണ്. അത് വൈകുന്നേരം 5:30 തോന്നുന്നത്. നോക്കട്ടെ, ഏതെങ്കിലും ഒരു വണ്ടിയിൽ നമുക്ക് തിരികെ വിടാം. എന്തായാലും നമുക്ക് ആ ഒരു കന്യാകുമാരി ബീച്ചിൻ്റെ പരിസരം വരെ വെറുതെ ഒന്ന് നടന്നിട്ട് വരാം. അങ്ങനെ ഞാൻ നടന്ന് ബീച്ചിലേക്ക് പോകുന്ന വഴിക്ക് ഇതാ ഇവിടെ ആയിട്ട് നോ പാർക്കിംഗ് ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 500 രൂപയാണ് ഫൈൻ. ഇത് അവിടെ ആയിട്ട് പുതുതായിട്ട് ആർച്ചെല്ലാം പണിയുന്നുണ്ട്, കേട്ടില്ലേ. പുതിയൊരു ആർച്ചിൻ്റെ എല്ലാം വർക്ക് നടക്കുവാണ്. ഏകദേശം കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ 1 മാസത്തിനകം തന്നെ ഇത് ഓപ്പൺ ആവുമെന്ന് തോന്നുന്നു കേട്ടോ. ഏകദേശം ഫിനിഷ് ആവാറായി. ഇതാ കണ്ടില്ലേ, നമ്മൾ നടന്നു പോകുന്ന വഴിയിലെല്ലാം ഇതേപോലെ ശംഖിൻ്റെ ഓരോരോ കച്ചവടങ്ങളുണ്ട്. ഒരുപാട് സ്റ്റാളുകളുണ്ട്. ഇതാ നോക്കേ, ഇവിടെ എല്ലാമായിട്ട് അതുപോലത്തെ പലതരം കച്ചവടങ്ങൾ കാണാം. ഇതാ നോക്കേ, അങ്ങാടിക്കുരുവികൾ എന്തൊക്കെയോ കൊത്തി തിന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഞാൻ എൻ്റെ ബാഗിലിരുന്ന ഈ ഒരു തൊപ്പി എടുത്ത് വെച്ചു കേട്ടോ. ഇത് കഴിഞ്ഞ തവണ രാമേശ്വരത്ത് പോയപ്പോൾ മേടിച്ചതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അവിടെ വെച്ച് വാങ്ങിയതാണെന്നാണ് തോന്നുന്നത്. പക്ഷേ ഒരുപാട് കാലമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിൽ പോകുമ്പോഴേ. 40 രൂപയെങ്ങാണ്ട് വാങ്ങിയതാണ്, പക്ഷേ ഒരുപാട് യൂസ് ചെയ്തു. അപ്പോഴേ ഇതേപോലത്തെ ഒരു തൊപ്പി നിങ്ങൾ വാങ്ങി ബാഗിൽ വെക്കുന്നത് നല്ലതാണ്. ഇതെവിടെയായിട്ട് ഈ വണ്ടി കണ്ടില്ലേ, ഇത് ഒരാൾക്ക് 40 രൂപയാണ് ചാർജ്. ഒരു റൗണ്ട് കൊണ്ട് കറക്കിയിട്ട് വരും. അതായത് സൺസെറ്റ് പോയിൻറ്റും അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും പോയി കറങ്ങി വരുന്നതിന് ഒരാൾക്ക് 40 രൂപയാണ് ചാർജ്. ഇതാ കണ്ടില്ല, ഇവിടെ എല്ലാമായിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. സൺറൈസ് പോയിൻറ്റ് അങ്ങനെയല്ല, ഈ വഴി നേരെ പോകുന്നത് സൺറൈസ് പോയിൻറ്റിലേക്കാണ്. ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ടേ കടകളിലും ഒന്നും ആരുമില്ല. മാത്രമല്ല ഇപ്പോഴ് വെയിൽ മങ്ങാത്ത സമയമല്ലേ, വൈകുന്നേരമാവും ആൾക്കാരൊക്കെ ഒന്ന് ഇറങ്ങാൻ. എന്നാലും തിരക്ക് കുറവാണ്. അതാ നോക്കേ, പ്രാവുകളെല്ലാം കുറുകി നടക്കുന്നത്. നല്ല വെയിലടിക്കുന്നുണ്ടെങ്കിലേ നല്ല കാറ്റടിക്കുന്നത് കൊണ്ടാണ് ആ വെയിൽ അറിയാത്തത്. കാറ്റടിക്കുന്നത് എങ്ങനെയാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ഇതാ ഇവിടെ ആയിട്ട് നോക്കേ, തുണികളെല്ലാം പറക്കുന്നത് കണ്ടില്ലേ. ഇതാ ഇവിടെ ആയിട്ട് മേൽക്കൂരയെല്ലാം നല്ലതുപോലെ പറക്കുന്നത് കണ്ടില്ലേ. ഇതാണ് നല്ലതുപോലെ കാറ്റടിക്കുന്നു എന്നുള്ളതിന് തെളിവ്. മൈക്കിൻ്റെ നോയിസ് ക്യാൻസലേഷൻ ഓണായി കിടക്കുന്നത് കൊണ്ടേ കാറ്റ് വലുതായിട്ട് ഫീൽ ചെയ്യില്ല. ഇതാ നോക്കി, ഇവിടുത്തെ മേൽക്കൂരയും പറക്കുന്നത് കണ്ടില്ലേ, നല്ല കാറ്റടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് ആ ഒരു വ്യൂ പോയിന്റിൻ്റെ അടുത്ത് എത്തിയിരിക്കുവാണ്. ഇതവിടെ ആയിട്ട് ഗ്ലാസ് ബ്രിഡ്ജെല്ലാം ഉണ്ട്. അതിലേക്ക് കയറാൻ കുറച്ച് ക്യൂ എല്ലാം നിൽക്കേണ്ടി വരും. അതിൽ കയറുന്നൊരു വീഡിയോ എല്ലാം ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇവിടെ നിന്ന് നല്ലതുപോലെ ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതവിടെ ആയിട്ട് കണ്ടില്ലേ, ആ ഒരു വിവേകാനന്ദ പാറയിലേക്ക് പോകുന്ന ബോട്ടെല്ലാമാണ് ആ പോകുന്നത്. വലിയ തിരയാണ് കേട്ടോ അടിക്കുന്നത്. ആ പാറയിലൊക്കെ വന്ന് അടിച്ച് ചെതറുവാണ്. വലിയ തിരയാണ്. കടലും നല്ല ക്ഷോഭിച്ച് കിടക്കുവാണ്.
അങ്ങനെ ഞാൻ കടൽ തീരത്തിന്റെ പരിസരത്ത് നിന്നും തിരികെ നടന്ന് റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തേക്ക് പോയപ്പോൾ ഇതാ നോക്കേ, ഇറച്ചി മസാലകൾ എല്ലാം പാക്കറ്റാക്കി വെച്ചിരിക്കുവാണ്. 50 രൂപയുള്ളൂ കേട്ടോ ഇറച്ചി മസാല. എന്തായാലും ഞാൻ ഒരെണ്ണം വാങ്ങുവാണ്. ഇറച്ചിക്കറിയിലും കടലക്കറിയിലും എല്ലാത്തിലും ചേർത്ത് നമുക്ക് കഴിക്കാം. ഇവിടെ വേറൊരു കടയിൽ നോക്കിയപ്പോൾ ഇതാ നോക്കി, കപ്പലണ്ടി മിഠായിയുടെ കമനീയ ശേഖരം. പല ടൈപ്പ് കപ്പലണ്ടി മിഠായികൾ. സ്ക്വയർ ആയിട്ടുള്ളതുണ്ട് 30 രൂപ, പിന്നെ വട്ടത്തിലുള്ളതുണ്ട് അത് 30 രൂപ. കൊള്ളാലോ. അങ്ങനെ പല വെറൈറ്റീസ് ഓഫ് കപ്പലണ്ടി മിഠായിസ്. കൊള്ളാലോ. 60 രൂപ. അങ്ങനെ പല പല വിലക്കുണ്ട് കേട്ടോ. എന്തായാലും ഞാനൊരു വട്ടത്തിലുള്ളയും ഒരു ചതുരത്തിലുള്ളയും വാങ്ങാമെന്ന് വിചാരിക്കുവാണ്. ഓക്കെ, 30 60 രൂപ. അങ്ങനെ ഞാൻ കപ്പലണ്ടി മിഠായിയും ഇറച്ചി മസാലയെല്ലാം വാങ്ങിയിട്ട് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു പോവുകയാണ്. വൈകുന്നേരം 5:25 ഒരു ട്രെയിനുണ്ട്, വിവേക് എക്സ്പ്രസ്. അതിൽ ഒരുപാട് ഭായിമാർ യാത്ര ചെയ്യുന്ന വണ്ടിയാണ്. അതിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കൊല്ലം വരെ പോകുന്നതിന് 80 രൂപയാണ് ചാർജ്. ഞാൻ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറുന്നില്ല, ഞാൻ സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു 80ൻ്റെ കൂടെ ഒരു 100 രൂപയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ സ്ലീപ്പറിൽ യാത്ര ചെയ്യാം. വെറുതെ ഇവരുടെ കൂടെ കിടന്ന് ഇടിക്കേണ്ട കാര്യമില്ല. അപ്പോഴതുകൊണ്ട് ഞാൻ സ്ലീപ്പർ ബുക്ക് ചെയ്തിരിക്കുവാണ്. ഇവിടെ നിന്ന് കയറിയാൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ കയറിയാൽ സീറ്റ് കിട്ടും, പക്ഷേ എന്നാലും ഭയങ്കര ഞെരുക്കമായിരിക്കും. നാഗർകോവിലൊക്കെ എത്തുമ്പോൾ ഒരുപാട് ആൾക്കാർ ഇരച്ച് കയറും. തിരുവനന്തപുരത്തു നിന്നും ഒരുപാട് ഭായിമാരെല്ലാം ഇരച്ച് കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നും സ്ലീപ്പർ ബുക്ക് ചെയ്തിരിക്കുവാണ്. വൈകുന്നേരം 5:25 സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി രാത്രി ഒരു 8:45 ആ ഒരു സമയത്ത് കൊല്ലം എത്തും. അപ്പോഴതാണ് എൻ്റെ പ്ലാൻ. അപ്പോഴെന്തായാലും ഇത് കന്യാകുമാരിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും അല്ലായിരുന്നു, വെറുതെ കന്യാകുമാരി വരെ ട്രെയിനിൽ വരുന്നൊരു വീഡിയോ, അത്രയേ ഉള്ളൂ. ഇങ്ങോട്ടേക്ക് വരുന്നതിന് 150 രൂപയും സ്ലീപ്പറിൽ അങ്ങോട്ടേക്ക് പോകുന്നതിന് 180 രൂപയും. 150ഉം 180ഉം ചിലവാക്കിയ ഒരു വളരെ ചുരുങ്ങിയ ഒരു യാത്രയായിരുന്നു ഇത്. ചുരുങ്ങിയ ചിലവിലുള്ളൊരു യാത്രയായിരുന്നു. അപ്പോഴെന്തായാലും ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോട്ടെ. അങ്ങനെ ഞാൻ ട്രെയിനിൻ്റെ അടുത്ത് എത്തിയിരിക്കുവാണ്, വിവേക് എക്സ്പ്രസ്. അങ്ങനെ ഞാൻ നടന്ന് S3യുടെ അടുത്തെത്തി. S3 ആണ് എൻ്റെ കോച്ച്. അങ്ങനെ നമ്മുടെ ട്രെയിൻ പുറപ്പെട്ടിരിക്കുവാണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം, കന്യാകുമാരിയിൽ വെറുതെ വന്നിട്ടൊന്ന് കറങ്ങിയിട്ട് പോകാൻ ഏറ്റവും നല്ലൊരു ട്രെയിൻ ഞാൻ ഈ വന്നൊരു രീതിയാണ്. കാര്യം രാവിലെ വന്നിട്ട് ആ ഒരു വണ്ടി, ഈ കോച്ചിൻ്റെ ഒരു പ്രശ്നമാണ്, ഇങ്ങനെ പെട്ടെന്ന് ഒരു കുലുക്കം വരും. കേട്ടായിരുന്നോ? ഒരു കുലുക്കം കേട്ടായിരുന്നോ? ചിലപ്പോൾ വീഡിയോയിൽ അത് ഫീൽ ചെയ്യാൻ സാധ്യതയില്ല. ഇപ്പോഴും ഒന്ന് കുലുങ്ങി. വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് വണ്ടി ഒന്ന് ഒരു ആട്ടം ഫീൽ ചെയ്യും. അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എൻജിൻ്റെ സൗണ്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കന്യാകുമാരിയിലേക്ക് വന്നിട്ട് ഒന്ന് കറങ്ങിയിട്ട് പോകാൻ ഏറ്റവും നല്ലൊരു ട്രെയിൻ ഇതാണ് കേട്ടോ. കാര്യം രാവിലെ വരുന്നു, ഉച്ച കഴിയുമ്പോഴത്തേക്കും കന്യാകുമാരി എത്തുന്നു. കന്യാകുമാരി വെറുതെ ഒന്ന് കറങ്ങിയിട്ട് വരുമ്പോഴത്തേക്കും അടുത്ത ട്രെയിൻ തിരികെ പോകാൻ വേണ്ടിയിട്ടുള്ള ട്രെയിൻ റെഡി ആയിട്ട് കിടക്കുന്നു. അങ്ങനെ ആ ട്രെയിനിൽ കയറിയിരിക്കുന്നു, തിരികെ നാട്ടിലേക്ക് പോകുന്നു. ഇത് മൊത്തത്തിൽ കന്യാകുമാരി മൊത്തത്തിൽ കറങ്ങാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണെന്ന് ഞാൻ പറയുന്നില്ല. 1-2 തവണ കന്യാകുമാരിയിൽ വന്നിട്ടുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയിട്ട്, വെറുതെ ഒന്ന് സമയം കളയാൻ വേണ്ടിയിട്ട് വരാൻ പറ്റിയ ഏറ്റവും നല്ലൊരു റൂട്ടാണ് ഞാൻ ഈ വന്ന ഈ ഒരു മാർഗ്ഗം. അപ്പോഴെത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ വീണ്ടും ഞാൻ പറയുന്നു ഇവിടെ വെച്ച് നിർത്തുവാണ്. ഇനി അങ്ങോട്ടേക്ക് പോകുന്ന വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യുന്നില്ല കേട്ടോ. കാര്യം ഇനിയിപ്പോഴേ നമ്മളിങ്ങോട്ടേക്ക് വന്ന അതേ കാഴ്ചകൾ തന്നെയാണ് തിരികെ ഉള്ളത്. അപ്പോൾ വെറുതെ അതും കൂടെ വീഡിയോയിൽ എടുത്തിട്ട് കാര്യമില്ല, അത് വെറുതെ കാണിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ഒരു അമ്പലത്തിൽ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. ഇതാ നോക്കേ, അവിടെ എന്തോ പരിപാടിയൊക്കെ ആണെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന അതേ കാഴ്ചകളൊക്കെ തന്നെയാണ് തിരികെ പോകുമ്പോഴും. അത് വെറുതെ വീണ്ടും വീണ്ടും കാണിച്ചിട്ട് കാര്യമില്ല. അപ്പോഴെന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.